Hi everyone and welcome to my channel. My name is Vinayak PG and this is PG Creation. ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് 3ds Max സോഫ്റ്റ്വെയറിനെ കുറിച്ചാണ്. 3ds Max സോഫ്റ്റ്വെയർ ആർക്കിടെക്ചറൽ ഏരിയയിൽ യൂസ് ചെയ്യും. അതേപോലെ ഗെയിമിലെ ക്യാരക്ടേഴ്സ് ക്രിയേറ്റ് ചെയ്യാൻ, കാർട്ടൂൺ ക്യാരക്ടേഴ്സ് ക്രിയേറ്റ് ചെയ്യാൻ, പ്രൊഡക്ട്സ് ഡിസൈൻ ചെയ്യാൻ, മെക്കാനിക്കലെ മെഷീൻസ് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടൊക്കെ ചെയ്യണമെങ്കിൽ അതിനും നമുക്ക് 3ds Max യൂസ് ചെയ്യാം. 3ds Max വേൾഡിൽ വൈഡായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്. ഓട്ടോകാഡ്, റിവിറ്റ്, അതുപോലെ 3ds Maxും ഓട്ടോഡെസ്ക് ആണ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. 3ds Max ഓപ്പൺ ചെയ്യുമ്പോൾ ആദ്യം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ബോക്സ് വരുന്നത് കാണും. ഇതിൽ നിങ്ങൾക്ക് ഓരോ ഓപ്ഷൻസിൽ 3ds Maxന്റെ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ട വിധം ചെറുതായിട്ട് കാണിക്കുന്നതായിരിക്കും. അതിൽ നിങ്ങൾക്ക് 3ds Maxന്റെ കൺട്രോൾ ക്യാമറ ലെഫ്റ്റ് സൈഡിൽ കോർണറിൽ വർക്ക് സ്പേസ്, നാവിഗേഷൻ ടൂള് അതൊക്കെ കാണിക്കും. അതുപോലെ മൗസിൻ്റെ കീസിനെ കുറിച്ചിട്ട് ലെഫ്റ്റ് ബട്ടൺ, റൈറ്റ് ബട്ടൺ, പാൻ, സൂം എങ്ങനെയാണ് ചെയ്യേണ്ടത്, അങ്ങനെ നിങ്ങൾക്ക് ഇതിൽ തന്നെ ട്യൂട്ടോറിയൽസ് ആൻഡ് ലേണിംഗ് ആർക്കിടെക്ചർ, അതായത് നിങ്ങൾക്ക് ഇതിൽ തന്നെ വീഡിയോസ് കണ്ട് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണമെങ്കിൽ ഇത് സെലക്ട് ചെയ്തിട്ട് വീഡിയോസ് നോക്കി പഠിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് സാമ്പിൾ ഫയൽസ് വല്ല ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ സാമ്പിൾ ഫയൽസ് പോയിട്ട് 3ds Maxന്റെ തന്നെ കുറേ ഫയൽസ് ഉണ്ടാവും, അത് നോക്കി ഡൗൺലോഡ് ചെയ്യാം. അതിനാണ് ഈ ബോക്സ് നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അത് ജസ്റ്റ് നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ ജസ്റ്റ് ക്ലോസ് ചെയ്യാവുന്നതാണ്. ഏറ്റവും ലെഫ്റ്റ് സൈഡ് കോർണറിൽ നമുക്ക് കാണാവുന്നതാണ് അൺടൈറ്റിൽഡ് ഓട്ടോഡെസ്ക് 3ds Max 2021 എന്നുള്ളത്. ഇതിൽ അൺടൈറ്റിൽഡ് എന്നുള്ളത് ഫയൽ നെയിമാണ്. നമുക്കിപ്പോൾ ഫയൽ നെയിം കൊടുക്കാത്തതുകൊണ്ടാണ് അൺടൈറ്റിൽഡ് എന്ന് കാണിക്കുന്നത്. ഓട്ടോഡെസ്ക് 3ds Max 2021 നമ്മൾ കറൻ്റിലി യൂസ് ചെയ്യുന്ന വേർഷൻ്റെ നെയിമാണിത്. ഇപ്പോൾ മാർക്കറ്റിൽ 2022, 23, 24 അപ്ഡേറ്റഡ് വേർഷൻസ് അവൈലബിൾ ആണ്. അതിന് തൊട്ട് താഴെ ഫയൽ, എഡിറ്റ്, ടൂൾസ്, ഗ്രൂപ്പ്, വ്യൂ, ക്രിയേറ്റ്, അതാണ് മെയിൻ മെനു ബാർ. തൊട്ട് മേലെ നമ്മൾ ആദ്യം കണ്ടതാണ് ടൈറ്റിൽ ബാർ. പിന്നെ അൺഡു, റീഡു, ഇതാണ് ടൂൾ ബാർ. ഇവിടെയാണ് നമുക്ക് ടൂൾസ് ലഭിക്കുക. ഈ മെയിൻ ടൂൾ ബാർ അഥവാ ടൂളൊക്കെ മിസ്സിംഗ് ആണെങ്കിൽ ഈ പ്ലെയിനിലും ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. മെയിൻ ടൂൾ ബാർ ഇപ്പോൾ ഓൾറെഡി ഉണ്ട്. ഇപ്പോൾ നമുക്ക് ഓഫ് ചെയ്ത് കൊടുക്കണമെങ്കിൽ ഈ ടിക്ക് ഒന്ന് ഓഫ് ആക്കി കൊടുത്താൽ മതി. വീണ്ടും കിട്ടണമെങ്കിൽ പ്ലെയിനിൽ ക്ലിക്ക് ചെയ്യുക, മെയിൻ ടൂൾ ബാർ, പ്ലെയിനിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് മെയിൻ ടൂൾ ബാർ ജസ്റ്റ് ക്ലിക്ക് ഓൺ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കത് കിട്ടുന്നതായിരിക്കും. അതിന് തൊട്ട് താഴെ മോഡലിംഗ്, ഫ്രീ ഫോം, സെലക്ഷൻ, ഒബ്ജക്റ്റ് പെയിൻറ്, അതാണ് ടാബ്സ്. റൈറ്റ് മോസ്റ്റ് കോർണറിൽ നമ്മൾ വർക്ക് സ്പേസ് കാണാവുന്നതാണ്. ഇതാണ് ഡീഫോൾട്ട് വർക്ക് സ്പേസിലാണ് നമ്മൾ ഇതിൻ്റെ സെറ്റിംഗ് വർക്ക് ചെയ്യുന്ന ഇത് അത് ഡീഫോൾട്ട് ആയിട്ടാണ് കിടക്കുന്നത്. അത് നമുക്ക് മാറ്റണമെങ്കിൽ അവിടെ നിന്ന് ഈ ആരോട് അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുക. അതിന് കുറേ ഓപ്ഷൻസ് ഉണ്ട്. അതിലിപ്പോൾ ഓൾട്ട്, മെനു ആൻഡ് ടൂൾ ബാർ, ആ ഓപ്ഷൻ ഞാൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുകയാണ്. ഇപ്പോൾ കണ്ട മൊത്തത്തിൽ 3D വർക്ക് സ്പേസ് മാറി. ലെഫ്റ്റ് സൈഡിൽ വെർട്ടിക്കലായിട്ടാണ് കുറേ ടൂൾസ് വന്നിട്ടുള്ളത്. നമുക്ക് വീണ്ടും പഴയതിലേക്ക് തന്നെ പോകണമെങ്കിൽ ജസ്റ്റ് ഡീഫോൾട്ട് എന്ന് കൊടുത്താൽ, അഥവാ അല്ല വേറെ ഡിസൈൻ സ്റ്റാൻഡേർഡിലേക്ക് നമുക്ക് എടുക്കണമെങ്കിൽ ജസ്റ്റ് ഡിസൈൻ സ്റ്റാൻഡേർഡ് എടുക്കുക. ഇപ്പോൾ കണ്ട മൊത്തത്തിൽ മാറി. മൊത്തത്തിൽ വർക്ക് സ്പേസിൻ്റെ ഏരിയ മൊത്തത്തിൽ മാറി. നമുക്ക് എന്തെങ്കിലും അബോധവശം എന്തെങ്കിലും ചെയ്തിട്ട് നമുക്ക് വല്ല ടൂൾസ് എന്തെങ്കിലും മാറിയിട്ടുണ്ടെങ്കിൽ റീസെറ്റ് ടു ഡീഫോൾട്ട് സ്റ്റേറ്റ് എന്ന് കൊടുത്താൽ മതി. ഞാൻ വീണ്ടും നമ്മുടെ ഡീഫോൾട്ട് ആയിട്ടുള്ള വർക്ക് സ്പേസിലേക്ക് പോകാൻ ഡീഫോൾട്ട് നിൽക്കുകയാണ്. അപ്പം നമുക്ക് ആദ്യം ഉള്ള അതേപോലെ തന്നെ വന്നു. ഇവിടെ കാണുന്നതാണ് കമാൻഡ് പാനൽ. തൊട്ടു താഴെ ഈ സൂമ്, പാന്, നമുക്ക് ഇവിടെ വ്യൂ പോർട്ട്, ഈ വ്യൂ പോർട്ട് നാവിഗേറ്റ് ചെയ്യാൻ ഇതിനെ പറയുന്ന പേരാണ് വ്യൂ പോർട്ട്. വ്യൂ പോർട്ട് നാവിഗേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കൺട്രോൾ ചെയ്യുന്ന ടൂൾസ് ആണ് ഇവിടെ കാണുന്നത്. ഇവിടെ കാണുന്നതാണ് ആനിമേഷൻ ടൈം കൺട്രോൾ ടൂൾസ്. ഈ ഏരിയയാണ് ആനിമേഷൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ജസ്റ്റ് ഒരു ഒബ്ജക്റ്റ് വരച്ചു എന്ന് വിചാരിക്കുക. ഞാനിവിടെ ഒരു ബോക്സ് വരയ്ക്കുകയാണ്. ജസ്റ്റ് ഒരു സ്പിയറും വരച്ചു. സിലിണ്ടർ വരയ്ക്കുകയാണ്.
ഇപ്പോൾ ഞാനിവിടെ ഒന്നും സെലക്ട് ചെയ്തിട്ടില്ല. ഇവിടെ കണ്ട 2 ലൈൻ കാണാം ലെഫ്റ്റ് സൈഡിൽ. ഒന്നും സെലക്ട് ചെയ്യാത്തതുകൊണ്ടാണ് ഇവിടെ നൺ സെലക്റ്റഡ് എന്ന് കാണിക്കുന്നത്. ഇപ്പം ഞാൻ ഈ ലൈൻ ഈ ഒരു ബോക്സ് സെലക്ട് ചെയ്താൽ ഇവിടെ 1 ഒബ്ജക്റ്റ് സെലക്റ്റഡ് എന്ന് ചെയ്തു. അതിനുശേഷം പ്രോംപ്റ്റ് ലൈൻ, ഈ രണ്ടാമത്തെ ലൈനിൽ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, അതായത് എങ്ങനെയാണ് നമുക്ക് യൂസ് ചെയ്യേണ്ട വിധം അത് പറഞ്ഞുതരും. അപ്പോൾ എന്തൊക്കെ സെലക്ട് ചെയ്തിട്ടുണ്ടോ അത് ഇവിടെ കാണിക്കും. ഇപ്പോൾ ഞാൻ ഒന്നിൽ കൂടുതൽ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്ത് വിചാരിക്കുക. 3 ഒബ്ജക്റ്റ് സെലക്റ്റഡ് കണ്ട ഇവിടെ എത്ര ഒബ്ജക്റ്റ് സെലക്ട് ചെയ്തു. അതിനുശേഷം യൂസ് കാണിക്കുക തൊട്ട് താഴത്തെ ലൈനിൽ. ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ടു സെലക്ട് ആൻഡ് മൂവ് ഒബ്ജക്ട്സ്. പിന്നെ നമ്മൾ ഒരു ഒബ്ജക്റ്റ് സെലക്ട് ചെയ്തു, ബാക്കിയുള്ളതിനൊക്കെ മാറ്റി ഇതിനെ മാത്രം ഐസൊലേറ്റ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഇവിടെ ഐസൊലേറ്റ് സെലക്ഷൻ, അതിൻ്റെ ഷോർട്ട് കീ പറഞ്ഞാൽ Alt+Q ആണ്. കണ്ട ബാക്കിയുള്ള ഒബ്ജക്റ്റൊക്കെ ഇപ്പോൾ ഇവിടെ സ്ക്രീൻ വ്യൂ പോർട്ടലില്ല. നമുക്ക് വീണ്ടും അത് കിട്ടണമെങ്കിൽ ജസ്റ്റ് ഇവിടെ പോയിട്ട് തന്നെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇനി നമുക്ക് ഇവിടെ ഇപ്പോൾ ഈ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്തു, ഇതിനെ മാത്രം സെലക്ട് ചെയ്യണം, വേറെ ഒബ്ജക്റ്റ് ഒന്നും സെലക്ട് ആവാൻ പാടില്ല. അതിനാണെങ്കിൽ ലോക്ക് ചെയ്യാം. അതിന് ജസ്റ്റ് സെലക്ട് ചെയ്യുക. അതിനുശേഷം സെലക്ഷൻ ലോക്ക് ടബിൾ അതിൽ സെലക്ട് ചെയ്താൽ പിന്നെ നമുക്ക് വേറെ ഒന്നും സെലക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ മൗസ് പോയിട്ട് വേറെ ഒബ്ജക്റ്റുകളൊന്നും സെലക്ട് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അത് നമുക്ക് ഓഫ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഇവിടെ പോയിട്ട് ജസ്റ്റ് ഓഫ് ആക്കി കൊടുക്കാം. പിന്നെ നമുക്ക് യൂണിറ്റ് സെറ്റപ്പ് ചെയ്യാം. യൂണിറ്റ് സെറ്റപ്പ് ചെയ്യാൻ കസ്റ്റമൈസിൽ യൂണിറ്റ് സെറ്റപ്പ്സ് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് സിസ്റ്റം യൂണിറ്റ് സെറ്റപ്പ് എന്നുള്ള ഓപ്ഷൻ കാണാം. അവിടെ നമുക്ക് ഏത് യൂണിറ്റിലാണോ കൊണ്ടുവരേണ്ടത്. ഇപ്പോൾ 1 യൂണിറ്റ് അത് സെൻറ്റിമീറ്ററിൽ ആണ് വരേണ്ടത്. നമ്മൾ സെൻറ്റിമീറ്ററിലായിരിക്കും കൂടുതൽ ചെയ്യുന്നത്. ഓട്ടോക്കാരത്ത് അതേ യൂണിറ്റിൽ സെൻറ്റിമീറ്ററിൽ. അപ്പോൾ അവിടെ സെൻറ്റിമീറ്റർ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം 1 യൂണിറ്റ് പറഞ്ഞ സെൻറ്റിമീറ്റർ ആണ്. പിന്നെ അക്യുറസി എത്രയാണ് വേണ്ടത്, പിന്നെ ഡിസ്റ്റൻസ് ഫ്രം ഒറിജിൻ അതാണ് ഇവിടെ കാണിക്കുന്നത്. അത് ജസ്റ്റ് ഓക്കെ എന്ന് കൊടുക്കുക. അതിനുശേഷം ഇവിടെ 3 യൂണിറ്റ് കാണുന്നതാണ് മെട്രിക്, US സ്റ്റാൻഡേർഡ്, കസ്റ്റം. ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് മെട്രിക് യൂണിറ്റ് ആണ്. മെട്രിക് യൂണിറ്റിലും നമ്മൾ ജസ്റ്റ് സെൻറ്റിമീറ്റർ എന്ന് ക്ലിക്ക് ചെയ്യുക. ലൈറ്റിംഗ് യൂണിറ്റ്സിൽ ഇൻ്റർനാഷണൽ, അമേരിക്കൻ, ഇത് നമ്മൾ ഇൻ്റർനാഷണൽ തന്നെയാണ് യൂസ് ചെയ്യാറ്. അപ്പോൾ ജസ്റ്റ് യൂണിറ്റ് സെറ്റപ്പ് ചെയ്യാൻ സിസ്റ്റം യൂണിറ്റ് സെറ്റപ്പിൽ ഇവിടെയും സെൻറ്റിമീറ്റർ എന്ന് ഓക്കെ കൊടുക്കുക. ഇവിടെ മെട്രിക്കിലും സെൻറ്റിമീറ്റർ എന്നുള്ളത് ഓക്കെ കൊടുക്കുക. ജസ്റ്റ് ഓക്കെ എന്ന് കൊടുക്കുക. ഇനി നമുക്ക് കസ്റ്റമൈസ് പ്രിഫറൻസിൽ കുറച്ച് ഓപ്ഷൻസ് നോക്കാം. കസ്റ്റമൈസ് പ്രിഫറൻസ് എടുക്കുക. അവിടെ നമ്മൾ ജനറലിൽ നമ്മളിപ്പോൾ കുറേ ഓരോ ഓപ്ഷൻസ് ചെയ്തു. ഇപ്പോൾ ഒരു സർക്കിൾ വരച്ചു, ദെൻ എലിപ്സ് വരച്ചു. നമുക്ക് പുറകോട്ട് പോകണമെങ്കിൽ Ctrl+Z അടിക്കാം. അങ്ങനെ എത്ര ലെവൽ വരെ പോകണമെങ്കിൽ അതാണ് ഇവിടെ കാണിക്കുന്നത് ലെവൽസ്, എത്ര തവണ നമുക്ക് പുറകോട്ട് പോകണമെന്ന്. ആ 20ന് പകരം നിങ്ങൾക്കിപ്പോൾ ഒരു 30 പോകണമെങ്കിൽ ജസ്റ്റ് 30 അടിച്ചു കൊടുക്കുക. അതിനുശേഷം ഫയൽസ് ഇവിടെ കൺവേർട്ട് ലോക്കൽ ഫയൽ ടു പാത്സ് ടു റിലേറ്റീവ് ജസ്റ്റ് ടിക്ക് ഓൺ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ പ്രോഗ്രാം ഫയൽ പാത്ത് എവിടെയാണോ വേണ്ടത്, പ്രോഗ്രാം ഫയൽസ്, ഓട്ടോഡെസ്ക്, 3ds Max, ആ അപ്പം ബ്രൗസ് ചെയ്തിട്ട് നിങ്ങൾക്ക് അത് മാറ്റാവുന്നതാണ്. പിന്നെ ഗിസ്മോസ്, ഇപ്പം നിങ്ങൾക്ക് ഇവിടെ XYZ കൊണ്ടൊരു ആക്സിസിൻ്റെ ഇത് കാണും. അത് ഗിസ്മോസിലാണ്. ഇപ്പം ഞാനിപ്പോൾ ഓഫ് ചെയ്ത് കൊടുത്തു, ഓക്കെ എന്ന് കൊടുത്തു. ഇവിടെ വരുന്ന മാറ്റം കണ്ടോട്ടോ, കണ്ട അപ്പം അത് പോയി കിട്ടി. ഇനി വീണ്ടും കസ്റ്റമൈസ് പ്രിഫറൻസ്, ഈ ഷോ ആക്സിസ് ലേബൽസ്, അതായത് ഇപ്പോൾ X, Z, Y ഇത് അത് കാണാം. അതും ഷോ ആക്സിസ് ലേബൽസ് ഓഫ് ആക്കി കൊടുത്താൽ അതും പോകും. കണ്ട സെഡും എക്സും വൈയും കാണില്ല. മൊത്തത്തിൽ പോയി. ഇനി നമുക്ക് വീണ്ടും അത് കിട്ടണമെങ്കിൽ, ഗിസ്മോസിസ് കിട്ടണമെങ്കിൽ, ഇപ്പോൾ നമുക്ക് മൊത്തത്തിൽ പോയി. അപ്പോൾ അത് കിട്ടണമെങ്കിൽ കസ്റ്റമൈസ് പ്രിഫറൻസ്, ആദ്യക്ക് ഷോ ഒന്ന് ജസ്റ്റ് ഓൺ ആക്കി കൊടുക്കുക. ട്രാൻസ്ഫോം ഗിസ്മോസിൻ്റെ അവിടെ ജസ്റ്റ് ഓൺ ആക്കി കൊടുത്തിട്ട് എന്താ വരുന്ന വ്യത്യാസം നോക്കുക. കണ്ട മൂട്ടോട് എടുത്തപ്പോൾ വന്ന് കണ്ട. ഇപ്പം XYZ ഇല്ല. XYZ കൂടി കാണിക്കണമെങ്കിൽ കസ്റ്റമൈസ് എടുക്കുക, പ്രിഫറൻസ്, ഷോ ആക്സിസ് ലേബൽസ് അതും ഓക്കെ കൊടുത്താൽ എക്സും വൈയും സെഡും കൂടി കാണിക്കുന്നതായിരിക്കും. പിന്നെ നമുക്കിവിടെ ലേഔട്ട് സെറ്റ് ചെയ്യാം. ഇവിടെ 4 വ്യൂ പോർട്ടാണ് കാണുന്നത്. ഫ്രണ്ട് വ്യൂ, പേഴ്സ്പെക്റ്റീവ് വ്യൂ, സ്റ്റാൻഡേർഡ് വ്യൂ. ഇവിടെയും സ്റ്റാൻഡേർഡ് ആണ് കാണിക്കുന്നത്.
ഇത് നമുക്ക് മാറ്റണമെങ്കിൽ ഇവിടെ കണ്ട ഇവിടെ ഓൾറെഡി കോഡ് 412 ഓപ്ഷൻ ഉണ്ട്. അതിന് തൊട്ട് മേലെ ഒരു ആരോ കീ ഉണ്ട്. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അവിടെ നിങ്ങൾക്ക് ഏത് തരത്തിലാണോ വേണ്ടത് അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ 4 വ്യൂ ഈക്വൽ ആയിട്ടാണ് ഇപ്പോൾ കിടക്കുന്നത്. ജസ്റ്റ് 2 വ്യൂ ആണെങ്കിൽ വേണ്ടെങ്കിൽ 2 കൊടുക്കുക. ഇപ്പം 2 വന്നു. നമുക്ക് വർക്ക് ചെയ്യുന്നിടയിൽ വേഗത്തിൽ സ്വിച്ച് ചെയ്ത് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ഓപ്ഷൻ. വീണ്ടും പഴയതിലേക്ക് പോകണമെങ്കിൽ ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യുക. നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഡിലീറ്റ് ടാബ് ക്ലിക്ക് ചെയ്യുക. ഇനി അഥവാ ഈ ഓപ്ഷൻ ഇവിടെ അവൈലബിൾ അല്ലെങ്കിൽ, ഈ വ്യൂ ടാബ് ലേഔട്ട് സെറ്റ് ചെയ്യാനുള്ള ഇത് ഇവിടെ അവൈലബിൾ അല്ലെങ്കിൽ ഈ പ്ലെയിനിൽ ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. റൈറ്റ് ക്ലിക്ക് ചെയ്തതിനു ശേഷം ഇവിടെ ഇപ്പോൾ ഓൾറെഡി അവൈലബിൾ ആണ്. അതുകൊണ്ടാണ് വ്യൂ പോർട്ട് ലേഔട്ട് ടാബ്സ് ടിക്ക് ഓൺ കിടക്കുന്നത്. അത് ഓഫാക്കി കൊടുത്താൽ അത് പോകുന്നതായിരിക്കും. ഇനി വീണ്ടും കിട്ടണമെങ്കിൽ റൈറ്റ് ക്ലിക്ക്, വ്യൂ പോർട്ട് ലേഔട്ട് ടാബ്സ് ക്ലിക്ക് ചെയ്യുക. ഇത് തന്നെ നമുക്ക് കസ്റ്റമൈസ്, ഷോ യു ഐ, വ്യൂ പോർട്ട് ലേഔട്ട് ടാബ്സ് ഇങ്ങനെ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. ഇവിടെ ജസ്റ്റ് ടിക്ക് ഓഫ് കൊടുത്താൽ അത് പോകും. അത് വീണ്ടും കിട്ടണമെങ്കിൽ കസ്റ്റമൈസ്, ഷോ യു ഐ, വ്യൂ പോർട്ട് ലേഔട്ട് ടാബ്സ് അങ്ങനെ ചെയ്താൽ കിട്ടുന്നതായിരിക്കും. അതേപോലെ തന്നെ കസ്റ്റമൈസ് യു ഐയിൽ കമാൻഡ് പാനൽ ഇവിടെ ഇല്ലെങ്കിൽ കമാൻഡ് പാനൽ ടിക്ക് ഓഫ് കൊടുത്തു, കമാൻഡ് പാനൽ പോയി. ഇനി കിട്ടണമെങ്കിൽ കസ്റ്റമൈസ്, ഷോ യു ഐ, കമാൻഡ് പാനൽ, ടൈം സ്ലൈഡറുകൾ എന്തൊക്കെ മിസ്സായിട്ടുണ്ടോ അതൊക്കെ കസ്റ്റമൈസ്, ഷോ യു ഐ, അവിടെ കമാൻഡ് പാനൽ, റിബൺ, ടൈം സ്ലൈഡർ, വ്യൂ പോർട്ട് ലേഔട്ട്, മെയിൻ ടൂൾ ബാർ അതെല്ലാം നമുക്ക് ഇവിടുന്ന് ചെയ്യാം. അല്ലെങ്കിൽ ഇവിടെ ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. റൈറ്റ് ക്ലിക്ക് ചെയ്തതിനു ശേഷം കമാൻഡ് പാനൽ, റിബൺ, ടൈം സ്ലൈഡർ, വ്യൂ പോർട്ട് ലേഔട്ട് ടാബ്സ്, മെയിൻ ടൂൾ ബാർ എല്ലാം ഇവിടുന്ന് ചെയ്യാവുന്നതാണ്. ഇനി ലേഔട്ട് സെറ്റ് ചെയ്യാൻ വേറൊരു ഓപ്ഷൻ കൂടി ഉണ്ട്. അത് വ്യൂസിൽ വ്യൂ പോർട്ട് കോൺഫിഗറേഷൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ലേഔട്ട് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് ഏത് തരത്തിലാണോ വേണ്ടത് അത് ജസ്റ്റ് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് ടോപ്പ് ഫ്രണ്ട് ആണ് ഒരുമിച്ച് വന്നുള്ളത്. അത് മാറ്റണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഏത് വ്യൂ ആണോ വേണ്ടത്, പെർസ്പെക്റ്റീവ്, ഓർത്തോഗ്രാഫിക്, ഫ്രണ്ട് ഏത് വ്യൂ ആണോ വേണ്ടത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, ഓക്കെ കൊടുക്കുക, അപ്ലൈ. ഇപ്പം 2 വ്യൂ വന്നു. ഇവിടെ ഇതില്ലാത്തത് ജസ്റ്റ് ഇവിടെ ഉണ്ട്, ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെ കണ്ട അപ്പം അത് വന്നു. ഇത് മാറ്റണമെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് അവിടെ തന്നെ പോകണമെന്നില്ല. നിങ്ങൾക്ക് വ്യൂസ് മാറ്റണമെങ്കിൽ ഇവിടെ ഫ്രണ്ട് വ്യൂ എന്നുള്ളത് കാണാം. ഈ ഫ്രണ്ട് വ്യൂ എന്നുള്ളത് മാറ്റണമെങ്കിൽ ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഫ്രണ്ട് വ്യൂവിൻ്റെ അവിടെ ഫ്രണ്ട് വ്യൂവിൻ്റെ ഷോർട്ട് കീ F, ഓർത്തോഗ്രാഫിക് U, ടോപ്പ് വ്യൂ T, പെർസ്പെക്റ്റീവ് P, ലെഫ്റ്റ് L. ഇവിടെ ഏത് വ്യൂ ആണോ നിങ്ങൾക്ക് വേണ്ടത് അത് നിങ്ങൾക്ക് ആക്കാവുന്നതാണ്. അതുപോലെ ഇവിടുത്തെ ഫ്രണ്ട് വ്യൂ മാറ്റി ടോപ്പ് വ്യൂ ആക്കണമെങ്കിൽ ജസ്റ്റ് ടോപ്പ് വ്യൂ ആക്കി കൊടുക്കാം. ടോപ്പ് വ്യൂ ആയി. ഇത് മാറ്റണമെങ്കിൽ ജസ്റ്റ് ഇവിടെ പോവുക. 4 വ്യൂ പോർട്ട് വേണ്ട തരത്തിൽ ആക്കണമെങ്കിൽ ജസ്റ്റ് ഇത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് 4 തരത്തിലായി. ഇത് നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഇവിടെ തന്നെ പോയിട്ട് ഡിലീറ്റും ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഇത്ര നോക്കാം. ബാക്കി അടുത്ത ക്ലാസ്സിൽ നോക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്.